ദൈവം എല്ലാ മനുഷ്യർക്കും ഉത്തരവാദിത്തങ്ങൾ നൽകിയിട്ടുണ്ട്. ദൈവത്തെ അംഗീകരിച്ച് അവനെ അനുസരിക്കുവാൻ സമർപ്പിച്ചിട്ടുള്ളവർ ആ ഉത്തരവാദിത്തങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായി ചെയ്യുന്നവരാകും. അത് എങ്ങനെ സാധിക്കും എന്ന് ചിന്തിക്കുന്നത് ഏറെ പ്രയോജനം ചെയ്യും. നമുക്കത് ചിന്തിക്കാം. മനുഷ്യനുണ്ടായ കാലം മുതൽ ദൈവത്തെ സേവിക്കുന്നതിനായി പല മാർഗങ്ങൾ സ്വീകരിക്കുന്നത് കാണാം. ആദ്യ മനുഷ്യനായ ആദാം മുതൽ ഇത് വ്യക്തമാണ്. ആദാമിൻ്റെ 2 മക്കൾ കായീനും ഹാബേലും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനായി യാഗം കൊണ്ടുവരുന്നത് നാം ബൈബിളിൽ വായിക്കുന്നു. ദൈവം ഒരു യാഗം അംഗീകരിച്ചു, മറ്റേ യാഗം തള്ളിക്കളഞ്ഞു. ദൈവം കായീൻ്റെ യാഗം തള്ളിക്കളഞ്ഞതിൻ്റെ കാരണം അവൻ ദുഷ്ടനായിരുന്നു എന്നതാണ്. അവൻ ദൈവത്തെ തള്ളിക്കളഞ്ഞിരുന്നു എന്നതിനാലാണ് ദൈവം അവൻ്റെ യാഗം അംഗീകരിക്കാതിരുന്നത്. അത് ബൈബിളിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കുവാൻ ദൈവം മോശയെ തിരഞ്ഞെടുത്തു. മോശയ്ക്ക് വലിയൊരു ഉത്തരവാദിത്വം ദൈവം നൽകി. അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ വിടുവിച്ച് വാഗ്ദത്ത നാട്ടിൽ അവരെ പ്രവേശിപ്പിക്കുക എന്നതായിരുന്നു ആ വലിയ ദൗത്യം. പുതിയ നിയമത്തിൽ നമുക്കോരോരുത്തർക്കും ദൈവം തന്നിരിക്കുന്നതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. അതെ, മനുഷ്യരെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും വിടുവിച്ച് കർത്താവായ യേശുക്രിസ്തുവിനോട് അനുരൂപമാക്കുന്ന രൂപാന്തരത്തിൻ്റെ ശുശ്രൂഷയാണ് പുതിയ നിയമത്തിൽ ഓരോ ശുശ്രൂഷകനും നൽകിയിരിക്കുന്നത്. മനുഷ്യരെ ക്രിസ്തുവിൻ്റെ പത്രമായി വെളിപ്പെടുത്തുന്ന ശുശ്രൂഷ എന്നാണ് പൗലോസ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ആ പത്രം എഴുതിയിരിക്കുന്നത് മഷി കൊണ്ടല്ല, ആത്മാവ് കൊണ്ടാണ്. കല്ലിലല്ല, ഹൃദയത്തിലാണ്. അക്ഷരത്തിൻ്റെ അല്ല, ആത്മാവിലാകുന്നു. അത് കൊല്ലുന്നതല്ല, ജീവിപ്പിക്കുന്നതാണ്. നീതിയുടെ തേജസ് ഉള്ളതാകുന്നു. അത് തേജസ് ഏറിയത്, നീക്കം വരുന്നതല്ല, നിലനിൽക്കുന്നതാകുന്നു. വിശ്വസ്തയോടെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് നാം ചെയ്യുവാൻ തയ്യാറാകുമ്പോൾ അതിന് നമ്മെ സഹായിക്കുന്നത് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിലൂടെയാകുന്നു എന്ന് വിശുദ്ധ പൗലോസ് എത്ര കൃത്യമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. നമുക്കിന്ന് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ ഒരുമിച്ച് പഠിക്കാം. എടുത്താട്ടെ, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം ആദ്യത്തെ 3 അധ്യായങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞു. ഈ ഭാഗങ്ങളിൽ ദൈവത്തിൻ്റെ ആശ്വസിപ്പിക്കുന്ന ശുശ്രൂഷയെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ആശ്വസിപ്പിക്കുന്ന വിധങ്ങളെക്കുറിച്ചാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവിക ആശ്വാസത്തിൻ്റെ വേറൊരു മുഖം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം. ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നതിൽ ദൈവിക ആശ്വാസം. 1-ാം അധ്യായത്തിൽ ജീവിതത്തിൻ്റെ പദ്ധതികളിലും 2-ാം അധ്യായത്തിൽ നാം തെറ്റിലകപ്പെടുമ്പോൾ വിശുദ്ധന്മാർക്ക്, വിശ്വാസികൾക്ക് ദൈവിക ആശ്വാസം ലഭിക്കുന്നതും 3-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ആയിരിക്കുന്നവർക്ക് ലഭിക്കുന്ന ആശ്വാസത്തെപ്പറ്റിയും നാം ചിന്തിച്ചു. 4-ാം അധ്യായത്തിൽ ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നവർക്ക് ലഭിക്കുന്ന ആശ്വാസമാണ് ചിന്താവിഷയം. പർവ്വതത്തിൻ്റെ മുകളിലേക്ക് നാം കയറുകയാണ്. പ്രയാസമേറിയ സാഹചര്യം, ചിലപ്പോൾ ശ്വാസോച്ഛ്വാസം തന്നെ തടസ്സപ്പെട്ടേക്കാം. എന്നാലും പൗലോസ് നമ്മെ ആ ഉയർന്ന അനുഭവത്തിലേക്ക് ക്ഷണിക്കുകയാകുന്നു. 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ. ഇത് മഹത്വമേറിയ ഒരു ശുശ്രൂഷ തന്നെയാണ്. മറ്റാർക്കും ലഭിക്കാത്തൊരു സന്ദേശം, ദൂത്. ഇത് ദൈവം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു. എനിക്ക് ഈ ശുശ്രൂഷ ലഭിച്ചത് ദൈവത്തിൻ്റെ കരുണയാൽ മാത്രമാകുന്നു. എനിക്കതിന് യാതൊരു യോഗ്യതയുമില്ല. ദൈവം തൻ്റെ കരുണയിൽ എനിക്കിത് നൽകി. അവൻ കരുണയിൽ സമ്പന്നനാണ്. അവൻ്റെ കരുണയുടെ ഉറവിടം വറ്റാത്തവണ്ണം സമ്പൽ സമൃദ്ധമാണ്. അവിടുത്തെ കരുണ, ഇന്ന് ഇത് ലഭിക്കുക വലിയ പ്രയാസമാണല്ലേ. ആർക്കും മറ്റൊരാളോട് കരുണയില്ലാത്ത സ്ഥിതിവിശേഷം നാം കാണുന്നു. എന്താണ് ഇത് ഇത്രയേറെ മഹത്വമേറിയതും അതിശയകരവും ആയിരിക്കുന്നത്? ഞാൻ ബൈബിൾ പഠിച്ചതായിട്ടുള്ള സ്ഥലത്തായിരുന്നപ്പോൾ മതങ്ങളെപ്പറ്റി ഒരു താരതമ്യ പഠനം അവിടെ നടത്തിയിട്ടുണ്ട്. സുവിശേഷവും മറ്റ് മതങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഞാൻ ഗ്രഹിച്ചു. അത് ഇങ്ങനെ സംഗ്രഹിക്കാം. മറ്റു മതങ്ങളെല്ലാം ഇന്നിന്നതൊക്കെ ചെയ്യുക
എന്ന് പഠിപ്പിക്കുമ്പോൾ സുവിശേഷം ചെയ്തു തീർത്തു എന്ന് പഠിപ്പിക്കുന്നു. നമുക്ക് വേണ്ടി എല്ലാം ചെയ്തെടുത്തു. ദൈവം എൻ്റെ പേർക്ക് ചെയ്തതിനെ സുവിശേഷം എന്നെ പഠിപ്പിക്കുന്നു. അത് ഞാൻ വിശ്വസിക്കണം. ദൈവത്താൽ അത് സാധ്യമാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യണം. ദൈവത്തിൽ ഞാൻ ആശ്രയിക്കണം. വിശ്വാസത്താൽ മാത്രം എനിക്ക് ദൈവത്തെ സമീപിക്കാം. വിശ്വാസം കൂടാതെ അവനെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതുമല്ല. ഇതിന് വിരുദ്ധമായാണ് മറ്റ് മതങ്ങളുടെ സംഹിത. അവിടെ പറയുന്നത് ചെയ്യുക ചെയ്യുക ചെയ്യുക, ഇത് ചെയ്താൽ ശരിയാകും, അത് ചെയ്താൽ ശരിയാകും. ദൈവവുമായി നിരപ്പാകുന്നതിന് ചില മതങ്ങൾ പഠിപ്പിക്കുന്നത് 4 കാര്യങ്ങൾ ചെയ്യണമെന്ന്, വേറെ ചിലർ പഠിപ്പിക്കുന്നത് 7 കാര്യങ്ങൾ ചെയ്യണമെന്ന്, ഇനിയും മറ്റൊരു കൂട്ടർ പറയുന്നത് 10 കാര്യങ്ങൾ ചെയ്യണമെന്ന്. അതെ, 10 കൽപ്പനകൾ. ഇങ്ങനെ പോകുന്നു. അതെ, ചില മതങ്ങൾ വിശ്വാസത്തെപ്പറ്റി ഊന്നൽ കൊടുത്ത് പറയുന്നു. എന്ത് വിശ്വാസം? യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ ജനനവും മരണവുമെല്ലാം വെറും ചരിത്ര വസ്തുതകളായി അംഗീകരിക്കുന്നതാണ് വിശ്വാസം. അത്രയും മാത്രം. അത് വേണ്ട എന്നല്ല, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ അത് മാത്രം മതി എന്ന് ശഠിക്കുന്നതായിട്ടുള്ള പ്രവണത നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നത് യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ ഇന്ന് ജീവിക്കുന്നു എന്നത്രേ. അവൻ നിർവഹിച്ച ശുശ്രൂഷ സമ്പൂർണ്ണമാണ്. നമ്മുടെ വിശ്വാസം അതിൽ അർപ്പിക്കണം. പൗലോസ് ഒരു സമയം ന്യായപ്രമാണത്തിന് കീഴ് ആയിരുന്നു. അതിൽ ഇന്നതൊക്കെ ചെയ്യുക എന്നുണ്ട്. അവൻ എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ. അവൻ പരീശനായിരുന്നു. ന്യായപ്രമാണ വ്യവസ്ഥ പ്രകാരം അനന്യനായിരുന്നു. അവൻ്റെ രക്ഷാമാർഗം ഇതിൽ കൂടി കണ്ടെത്താമെന്ന് അവൻ കരുതിയിരുന്നു. എന്നാൽ അവൻ ദമസ്കോസിൻ്റെ ആ വഴിത്താരയിൽ ഒരു നാൾ കർത്താവിനെ കണ്ടുമുട്ടി. യേശുവിനെ കർത്താവായും രക്ഷിതാവായും അവൻ സ്വീകരിച്ചു. അതിനുശേഷം അവൻ്റെ ചിന്താഗതിയിൽ വന്ന മാറ്റം ശ്രദ്ധിക്കൂ. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 8ഉം 9ഉം വാക്യങ്ങളിൽ ക്രിസ്തുയേശുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്നെണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും എന്ന് പറയുന്നു. ന്യായപ്രമാണത്താൽ ലഭിക്കുന്ന നീതീകരണം അപര്യാപ്തം എന്ന സത്യം അവന് ബോധ്യം വന്നു. ദൈവത്താലുള്ള നീതീകരണമാണ് ആവശ്യമെന്ന് അവൻ ഗ്രഹിച്ചു. ആ സത്യം ഗ്രഹിച്ച ദിവസം അവൻ്റെ ജീവിതത്തിലെ അവിസ്മരണീയമായ ഒരു ദിനം എന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. ഒരു പുതുദിനമായിരുന്നു അതെന്ന് പൗലോസ് പറഞ്ഞു. ദൈവം കരുണാസമ്പന്നനാണ്. അവൻ നമ്മെ സ്നേഹിക്കുന്നു. ഒരു രക്ഷകനെ നമുക്കവൻ നൽകിയിരിക്കുന്നു. അവൻ്റെ കൃപയാൽ നമ്മെ അവൻ രക്ഷിക്കുന്നു. ഈ അത്ഭുത സത്യം ഗ്രഹിക്കുന്ന ദിനം ഏത് ജീവിതത്തിൻ്റെയും പുതുദിനം തന്നെയായിരിക്കും കേട്ടോ സുഹൃത്തെ. അവനെ നാം അംഗീകരിക്കുന്ന ദിവസം അവൻ എത്ര അത്ഭുതവാനാണ്. 2-ാം വാക്യം, ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവത്തിൻ്റെ കരുണയാൽ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഇനി സുവിശേഷം നമ്മിൽ ജീവിക്കണം, വളരണം. യേശുക്രിസ്തുവിലേക്ക് വരിക എന്നുള്ളത് ബുദ്ധിപരമായ ഒരു സമ്മതമല്ല, മറിച്ച് അത് വിശ്വാസപരമാണ്. നമ്മുടെ വിശ്വാസം അവനിൽ അർപ്പിച്ച് അവൻ്റെ പുതുക്കത്തിൽ വീണ്ടും ജനനത്തിൻ്റെ ആ ശക്തി അനുഭവിച്ചറിയുക എന്നത്രേ. സുവിശേഷം പ്രസംഗിക്കുന്ന ഏതൊരു വ്യക്തിയും വിശുദ്ധനായിരിക്കണം. അതാണ് പൗലോസ് പറയുന്നത്, രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെ എന്ന്. നാം കപടഭക്തിക്കാരാകരുത്, ഭക്തിയുടെ വേഷം ധരിക്കുന്നവർ. നാം പ്രസംഗിക്കുന്നതിന് അനുസരണമായി ജീവിക്കുന്നവരായിരിക്കണം. നമ്മുടെ നടപ്പും പ്രവൃത്തിയും ദൈവം മുൻപാകെ അംഗീകൃതമായിരിക്കണം. നമ്മൾ പൂർണ്ണർ എന്നല്ല, ദൈവഹിതപ്രകാരം ജീവിക്കുന്നവരായിരിക്കണം. അതെ, ഇവിടെ നാം വായിക്കുന്നത് ലജ്ജാകരമായ രഹസ്യങ്ങളെ. വേറൊരു വ്യക്തി എൻ്റെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ലജ്ജിക്കത്തക്കവണ്ണം എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ ഒരുപക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മറച്ചു പിടിക്കുകയായിരിക്കും. എന്നാൽ ഇവിടെ പറയുന്നത് ഉപേക്ഷിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ദൈവവചനം അറിയിക്കുവാനായിട്ടുള്ള പ്രാഗൽഭ്യമുള്ളൂ, അതിനുള്ള അനുവാദമുള്ളൂ. ദൈവവചനം ചതിയായി തെറ്റായ രീതിയിൽ നാം കൈകാര്യം ചെയ്തുകൂടാ.
ആത്മാക്കളെ ആദായപ്പെടുത്തുക എന്നത് മാത്രം ലക്ഷ്യമാക്കി വചനം പ്രസംഗിക്കണം. പണസമ്പാദനം ഒരിക്കലും ലക്ഷ്യമാക്കരുത്. ഞാൻ സുവിശേഷിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടമെന്ന് പൗലോസിനെ പോലെ നമുക്കും പറയാൻ കഴിയണം. തികച്ചും യാഥാർത്ഥ്യങ്ങൾ ആയവ മാത്രം വേണമെങ്കിൽ ഒരു വ്യക്തിക്ക് പ്രസംഗിക്കാം. എന്നാൽ അതേസമയം അയാളുടെ ജീവിതം വേറൊരു പ്രസംഗം പ്രസംഗിക്കാവുന്നതാണ്. എൻ്റെ ജീവിതത്തിൽ ഈ വിഷയത്തെ ഓർത്ത് ഇന്ന് ഞാൻ വളരെ പ്രാർത്ഥിക്കാറുണ്ട്. ഒരു സമയത്ത് ഞാനും അങ്ങനെ ആയിരുന്നു എന്ന് പറയാതിരിക്കുവാൻ തരമില്ല. പ്രസംഗിക്കുന്നതൊന്നും പ്രവർത്തിക്കുന്നത് മറ്റൊന്നും. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവെ, തെളിഞ്ഞ ഒരു മനസാക്ഷിയില്ലെങ്കിൽ എന്നെക്കൊണ്ട് പ്രസംഗിപ്പിക്കരുതെന്ന് ആകുന്നു. അതുമാത്രമല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലല്ലാതെ എന്നെ അനുവദിക്കരുതെന്ന്. ഈ രണ്ട് കാര്യങ്ങളില്ലാതെ പ്രസംഗിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതില്ലാത്ത പ്രസംഗം വെറും കപടഭക്തി മാത്രം. സുവിശേഷം പ്രസംഗിക്കുക എന്നത് അതിമഹത്തായ ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഹൃദയാന്തർഭാഗത്ത് ആത്മാർത്ഥതയില്ലാതെ പ്രസംഗിക്കുക എന്നത് ഭയാനകമാണ്. അവന് വേണ്ടി സമർപ്പിക്കപ്പെട്ടു എന്ന ബോധം, അവനെക്കുറിച്ചുള്ള ഒരു തികഞ്ഞ അറിവ് ഇന്ന് അനേകരിലും ഇല്ലാത്ത സ്വഭാവമാണിത്. തന്മൂലം ജീവനില്ലാത്ത പ്രസംഗങ്ങൾ, സുവിശേഷ സത്യങ്ങൾ അതേപടി പ്രസംഗിക്കുകയും അതിന് ഘടകവിരുദ്ധമായി ജീവിക്കുകയും ചെയ്യുക പ്രയാസമുള്ള കാര്യമല്ല കേട്ടോ. എന്തൊരു വിരോധാഭാസമല്ലേ! പരിശുദ്ധാത്മാവിൻ്റെ നിറവിലും ശക്തിയിലും ശുശ്രൂഷിക്കുകയും ജീവിക്കുകയും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അത് ലജ്ജാകരം തന്നെ. പൗലോസ് ഇത് പറയുന്നത് പ്രസംഗപീഠത്തിൽ നിന്ന് പ്രസംഗിക്കുന്നവരോടല്ല, സാധാരണ ജനങ്ങളോടാണ്. എല്ലാവരും സുവിശേഷ ഘോഷണത്തിൽ തുല്യ പങ്കാളിത്തം വഹിക്കുന്നു എന്നോർക്കണം. ആട് ആടിനെ പ്രസവിക്കുന്നു. ആട്ടിടയന് അത് കഴിയുന്നതല്ല. അവന് ആടിൻ്റെ പരിപാലനം മാത്രം നടത്താം. ആയതുകൊണ്ട് സാധാരണ ആടുകൾ, അതെ ജനങ്ങൾ, പരിശ്രമിച്ചെങ്കിലേ പുതുജനനം നടക്കുകയുള്ളൂ. സുവിശേഷ ഘോഷണത്തിൽ എല്ലാവർക്കും പങ്കാളികളാകാം. നിങ്ങളുടെ പണത്തിൻ്റെ ഒരു ഭാഗം അതിനുവേണ്ടി ചെലവിടാം. പ്രാർത്ഥനയിൽ കൈത്താങ്കൾ കൊടുക്കാം. മക്കളെ ഈ ശുശ്രൂഷയ്ക്ക് അയക്കാം. അല്ലെങ്കിൽ പകരം മറ്റൊരാളെ വിടാം. കഴിയുന്ന വിധത്തിലെല്ലാം സഹകരിക്കുവാൻ സാധിക്കും. സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കൂ സുഹൃത്തെ. ദൈവം അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയെ അത് താങ്കളാകുന്നുവെങ്കിൽ അധികമായി അനുഗ്രഹിക്കും, അധികമായി അനുഗ്രഹിക്കും. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. മൂന്നും നാലും വാക്യങ്ങൾ നാം വായിക്കുന്നത്, എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നു എങ്കിൽ നശിച്ചു പോകുന്നവർക്കത്ര മറഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഈ ലോകത്തിൻ്റെ ദൈവം എന്നത് ഈ കാലഘട്ടത്തിൻ്റെ ദൈവമെന്ന് ഭാഷാന്തരം ചെയ്താൽ കൊള്ളാമെന്ന് തോന്നുന്നു. സാത്താനെ ഈ ലോകത്തിൻ്റെ ദൈവമായി ചിന്തിക്കുവാൻ എനിക്ക് സാധ്യമല്ല. ദൈവത്തിൻ്റെ സൃഷ്ടിയായ ലോകം ഇപ്പോഴും സുന്ദരം തന്നെ. പാപത്തിൻ്റെ കറ പുരണ്ടു എങ്കിലും ഇത് ദൈവത്തിൻ്റെ ലോകം തന്നെയാണ്. സാത്താൻ ഈ കാലഘട്ടത്തിൻ്റെ ദൈവമാണ്. അവനാണ് ഇതിൻ്റെ ചക്രങ്ങൾ ഇപ്പോൾ തിരിക്കുന്നത്. സിനിമാശാലകൾ, മദ്യഷാപ്പുകൾ എല്ലാം അവൻ്റെ സ്വാധീന വലയത്തിലാകുന്നു. അവൻ ഈ കാലഘട്ടത്തിൻ്റെ ഭരണകർത്താവ് തന്നെ. അവിശ്വാസികളുടെ മനസ്സ് അവൻ കുരുടാക്കി. ഞാൻ സുവിശേഷം അനേകം പ്രാവശ്യം കേട്ടിട്ടുണ്ട്, എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയുന്ന അനേകരെ താങ്കൾ ശ്രദ്ധിച്ചിട്ടില്ലേ? എന്താ കാരണം? അവരുടെ മനസ്സ് സാത്താൻ കുരുടാക്കി. സൂര്യൻ പ്രകാശിക്കുന്നു എങ്കിലും അത് കാണാതെ വണ്ണം കണ്ണിനെ നിരോധിച്ചിരിക്കുന്നു. ഒരു ഖനിയിലുണ്ടായ സ്ഫോടനത്തെ തുടർന്ന് അതിൽ പണിയെടുത്തുകൊണ്ടിരുന്ന ഒരുപറ്റം മനുഷ്യർ അതിൽ കുടുങ്ങി. ചില ദിവസത്തെ പരിശ്രമത്തിൻ്റെ ഫലമായി വെളിയിൽ നിന്നും അവിടെ ഭക്ഷണം എത്തിക്കുവാൻ സാധിച്ചു. തുടർന്ന് ഒരു ബൾബ് അവർക്ക് പ്രകാശത്തിനായി എത്തിച്ചു. ഒരു യുവാവ് ബൾബ് പ്രകാശിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെ പറയുകയാണ്, എന്തുകൊണ്ട് അവർ അല്പം പ്രകാശം അയക്കുന്നില്ല എന്ന്. അവിടെ നിന്ന് എല്ലാവരും ഞെട്ടിത്തിരിഞ്ഞ് അയാളെ നോക്കി. അവർക്ക് മനസ്സിലായി ഈ പറഞ്ഞ മനുഷ്യന് അവിടെ ഉണ്ടായ സ്ഫോടനത്താൽ കാഴ്ച നഷ്ടപ്പെട്ടുവെന്ന്. അതെ, സാത്താൻ അനേകരുടെയും കണ്ണ് കുരുടാക്കുന്നു. അവർ പറയുന്നു, എന്തുകൊണ്ട്
നിങ്ങൾ ആ ബൾബൊന്ന് കത്തിക്കുന്നില്ല, അല്പം പ്രകാശം അയക്കുന്നില്ല, എനിക്ക് സുവിശേഷം മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. അതത്രേ സാത്താനിൽ നിന്നുള്ള അന്ധത. വേറെ ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ, എനിക്ക് വിശ്വസിക്കുവാനും അംഗീകരിക്കുവാനും കഴിയാത്ത അനേകം കാര്യങ്ങൾ ബൈബിളിലുണ്ട്, എന്തുകൊണ്ടാണെന്നറിയില്ല, എന്നാൽ അവ അങ്ങനെ അങ്ങ് വിശ്വസിക്കുവാൻ എനിക്ക് സാധ്യമല്ല, കഴിയുന്നില്ല എന്ന്. കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ എന്നെ കുറ്റപ്പെടുത്തി എഴുതി. അയാൾ പറയുന്നത് ഞാൻ പ്രസംഗിക്കുന്നത് സത്യമല്ലാത്ത ഒരു സുവിശേഷമാകുന്നു എന്നും ബൈബിൾ വാസ്തവമല്ല എന്നും അത്രേ. എത്ര ക്രൂരമായിരിക്കുന്നു ഇല്ലേ? എന്തൊരഹങ്കാരം! ഇത്രമാത്രം അജ്ഞതയും അഹങ്കാരവും നിറഞ്ഞ ഒരു കത്ത് കണ്ടിട്ടില്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞു. എന്നാൽ അയാളുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് താങ്കൾക്കറിയാമോ? എന്നോടുള്ള എന്തെങ്കിലും വിരോധം കൊണ്ടല്ല. എന്നെ അറിയില്ല, എനിക്ക് അയാളെയും അറിയില്ല. ബൈബിളിൽ വിശ്വസനീയമല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ഈ പറഞ്ഞ വ്യക്തിയുടെ ജീവിതത്തിൽ അയാളെ കുത്തിക്കൊണ്ടിരിക്കുന്ന പാപമുണ്ട്. അതെ, ബൈബിൾ കുറ്റം വിധിക്കുന്ന കാര്യങ്ങൾ അയാളുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് അയാൾ ഈ സത്യം വിശ്വസിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, കണ്ണുകുരുടായിരിക്കുന്നു. തങ്ങൾ തെറ്റെന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കുവാൻ സാധിക്കാത്തതിനാൽ ബൈബിൾ തെറ്റാണെന്ന് സമർത്ഥിക്കുവാൻ മടിക്കുന്നില്ല. ഇന്ന് അനേകരുടെയും അവസ്ഥ ഇതത്രേ. ബൈബിളിൽ അല്ല പ്രശ്നം ഈ പറഞ്ഞവരുടെ ജീവിതത്തിലാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, പാപത്തിൽ ആസക്തനായി ജീവിക്കണം എന്നാകുന്നു താങ്കൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ ചെയ്ത് താങ്കൾക്ക് മുൻപോട്ട് പോകാം. അത് താങ്കളുടെ ഇഷ്ടമാണ്. എന്നാൽ താങ്കൾക്ക് ക്രിസ്തുവിങ്കിലേക്ക് തിരിയാവുന്നതാണ്. താങ്കൾക്കത് സാധ്യമല്ല എന്ന് എന്നോട് പറയരുത്. താങ്കൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ക്രിസ്തുവിങ്കിലേക്ക് തിരിയാവുന്നതാണ്. താങ്കൾക്ക് ഉപേക്ഷിക്കുവാൻ സാധിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്ന പാപങ്ങൾ പോലും കർത്താവിനോട് പറയാവുന്നതാണ്. അതിൽ നിന്നും വിജയം അവൻ താങ്കൾക്ക് നൽകും, സംശയമില്ല. താനൊരു പാപിയാകുന്നു എന്നുള്ള ബോധ്യത്തിൽ ഒരു മനുഷ്യൻ എത്തിയിട്ട് ഞാൻ എൻ്റെ പാപങ്ങളെ ഉപേക്ഷിക്കുവാൻ തയ്യാറാണ്, ക്രിസ്തുവിനെ എൻ്റെ രക്ഷകനായി അംഗീകരിക്കുവാൻ ഞാൻ ഒരുക്കമാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവൻ രക്ഷിക്കപ്പെടും. ദൈവവചനം വെളിച്ചമാകുന്നു. ബൈബിളിനെ കുറ്റപ്പെടുത്തുവാൻ ശ്രമിക്കാതെ താങ്കൾ എന്തുകൊണ്ട് ദൈവം മുൻപാകെ താങ്കളുടെ പാപങ്ങളെ നേരിടുന്നില്ല? അങ്ങനെ വരുമ്പോൾ താങ്കൾക്ക് വിശ്വസിക്കുവാൻ ഒരു പ്രയാസവും ഉണ്ടാകില്ല. ദൈവത്തെയും ദൈവവചനത്തെയും പഴിചാരാതെ താങ്കളുടെ അവസ്ഥയെ അംഗീകരിക്കൂ സുഹൃത്തെ. അതാണ് അനുഗ്രഹത്തിൻ്റെ മാർഗം. താങ്കൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, തീർച്ചയായും സ്വാതന്ത്ര്യമുണ്ട്. താങ്കളുടെ പാപ വഴികളിൽ കൂടി തന്നെ മുൻപോട്ട് പോകുവാൻ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഒടുവിൽ നിത്യനാശത്തിൽ ചെന്നെത്തും എന്ന കാര്യം മറക്കരുത്. തിരഞ്ഞെടുപ്പ് താങ്കളുടേതാണ്. നിത്യജീവൻ്റെ വഴിയെ താങ്കൾക്ക് മുൻപോട്ട് പോകാവുന്നതാണ്. അതല്ല എങ്കിൽ നിത്യനാശത്തിൻ്റെ വഴി. സർ ഐസക് ന്യൂട്ടൺ ലോകപ്രശസ്തനായൊരു ശാസ്ത്രജ്ഞനായിരുന്നല്ലോ. നിങ്ങളിൽ പലരും അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിരിക്കും. ഒരു ദിവസം ഒരാൾ കടന്നു വന്ന് തന്നോടിങ്ങനെ പറഞ്ഞു, മിസ്റ്റർ ഐസക്, ഒരു കൊച്ചുകുട്ടിയെപ്പോലെ നിങ്ങൾ ഈ പെരുമാറുന്നത് എന്തുകൊണ്ട്? നിങ്ങൾ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ബൈബിൾ വിശ്വസിക്കുന്നു. എന്നാൽ ഞാൻ അതിന് ശ്രമിച്ചിട്ട് എനിക്കതിന് കഴിയുന്നില്ല. അതിലെ പല പ്രസ്താവനകളും എനിക്ക് ഒന്നുമല്ലാത്തതായി തോന്നുകയാണ്. അവ വിശ്വസിക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല, എനിക്ക് മനസ്സിലാകുന്നില്ല. അതിന് ന്യൂട്ടൺ നൽകിയ മറുപടി ഇപ്രകാരമായിരുന്നു: ചിലപ്പോൾ ഞാൻ എൻ്റെ പഠനമുറിയിലേക്ക് പ്രവേശിച്ച് എൻ്റെ ചിമ്മിനി വിളക്ക് കത്തിക്കുവാൻ ശ്രമിക്കും. എന്നാൽ എൻ്റെ മനസ്സ് മറ്റെങ്ങോ ആയ അവസ്ഥയിൽ ഞാൻ അതിൻ്റെ ചിമ്മിനി മാറ്റിയിട്ടുണ്ടാകില്ല. ഞാൻ തിരി ഉയർത്തി തീപ്പെട്ടി ഉരച്ചു, എന്നിട്ടിപ്പോൾ കത്തിക്കുവാൻ ശ്രമിക്കുകയാണ്. എന്നാൽ എവിടെ വിളക്ക് പ്രകാശിക്കുവാനാണ്? അല്പം കഴിഞ്ഞാണ് ഞാൻ എൻ്റെ മഠയത്തരം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു പരിഹാസച്ചിരിയോടെ ഞാൻ ചിമ്മിനി മാറ്റി ചെയ്യേണ്ടത് ചെയ്യും. അപ്പോൾ പ്രകാശം വരും. പാപത്തോടുള്ള സ്നേഹമെന്ന ചിമ്മിനി നിങ്ങളുടെ കാര്യത്തിൽ കുഴപ്പം സൃഷ്ടിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. ഇതത്രേ സർ ഐസക് ന്യൂട്ടൺ പറഞ്ഞത്. അറിഞ്ഞുകൊണ്ട് തന്നെ അനുസരണക്കേട് കാണിക്കുന്ന അവസ്ഥ. അനുതാപത്തോടെ ദൈവത്തിങ്കിലേക്ക് തിരിയുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ സത്യം താങ്കൾക്ക് വെളിപ്പെടുത്തുവാൻ താങ്കളെ ഒരുക്കും. അങ്ങനെ വരുമ്പോൾ ദൈവകൃപയുടെ മാഹാത്മ്യം ക്രിസ്തുവിൻ്റെ തേജസ്സേറിയ മുഖത്ത് താങ്കൾക്ക് ദർശിക്കാം. സർ ഐസക് ന്യൂട്ടൺ ഒരു വലിയ ശാസ്ത്രജ്ഞൻ മാത്രമായിരുന്നില്ല, ഒരു പ്രസംഗകൻ കൂടിയായിരുന്നു. എന്തുകൊണ്ട് ജനങ്ങൾ വിശ്വസിക്കുന്നില്ല? കാരണം സാത്താൻ അവരുടെ കണ്ണുകളെ കുരുടാക്കിയിരിക്കുന്നു.
അതെ, ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഇതൊരു മഹത്വമേറിയ സുവിശേഷമാണ്. എന്നാൽ ഇത് ശോഭിക്കാതിരിപ്പാൻ സാത്താൻ പരമാവധി പരിശ്രമിക്കുന്നു. എന്നാൽ ഇത് മഹത്വമേറിയതായിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിനാലാണ്. വാസ്തവത്തിൽ മനുഷ്യർ കാണുവാൻ ആഗ്രഹിക്കാത്തതും അതത്രേ. ക്രിസ്തുവിൻ്റെ മഹത്വം കാണുവാൻ മനുഷ്യർ ആഗ്രഹിക്കുന്നില്ല. പൗലോസ് പറയുന്നു, തൻ്റെ സ്വന്തം ജീവിതത്തിൽ ഈ വലിയ ശുശ്രൂഷ തനിക്ക് ലഭിച്ചത് ദൈവത്തിൻ്റെ കരുണയൊന്നുകൊണ്ട് മാത്രമാണ്. നമ്മെ ഓരോരുത്തരെയും ഇതുപോലെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാക്കിയിരിക്കുകയാണ്. ചില ആളുകൾ പറയാറുണ്ട്, എൻ്റെ പണി ഇന്ന ഓഫീസിൽ ജോലി ചെയ്യുക, ഫാക്ടറി ജോലി ചെയ്യുക, കൃഷിയെടുക്കുക, വീട്ടിലെ കാര്യം നോക്കുക, സ്കൂളിൽ പഠിപ്പിക്കുക, ബാങ്കിൽ ജോലി ചെയ്യുക, ഇതൊക്കെയാണ് എൻ്റെ പണി. എന്നാൽ ഞാൻ പറയട്ടെ സുഹൃത്തെ, താങ്കളുടെ പ്രധാന പണി, താങ്കളൊരു ദൈവവൈതലാകുന്നുവെങ്കിൽ താങ്കളുടെ പ്രഥമമായിട്ടുള്ള ഉത്തരവാദിത്വം കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. എന്നാൽ അതെങ്ങനെ ചെയ്യണം എന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ പൗലോസ് പറയുന്നു. നാം ഒരു കപടഭക്തിയിൽ അതൊരിക്കലും ചെയ്യുവാനായിട്ട് ശ്രമിക്കരുത്, അഭിനയിക്കുവാൻ ശ്രമിക്കരുത്. ദൈവവചനം അറിയിക്കുന്നത് ആത്മാർത്ഥതയോടെ വേണം. ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിക്കണം. ഒരിക്കലും ഉപായം പ്രയോഗിക്കുവാൻ ശ്രമിക്കരുത്. ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുവാൻ ഒരിക്കലും ശ്രമിക്കരുത്. മറിച്ച് സത്യം വെളിപ്പെടുത്തുവാൻ താങ്കൾ ദൈവകരങ്ങളിലേക്ക് താങ്കളെ തന്നെ ഏൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. സത്യം മറച്ചു വയ്ക്കാതെ ദൈവവചനം അറിയിക്കുവാൻ ഓരോ ദൈവ ശുശ്രൂഷകനും ഉത്തരവാദിത്വമുണ്ട്. പലപ്പോഴും സ്വാർത്ഥത കൊണ്ടും സ്വയത്തിൻ്റേതായിട്ടുള്ള സമ്മർദ്ദം കൊണ്ടുമൊക്കെ സത്യം അറിയാമെങ്കിലും അതിൽ നിന്നും വ്യതിചലിക്കുവാൻ നമുക്കൊരുപാട് സമ്മർദ്ദമുണ്ട്. എന്നാൽ അതിനെ അതിജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാകുന്നു. നാം കേട്ടല്ലോ, ഒരു ശുശ്രൂഷകനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താകുന്നു എന്ന്. നാം വിശ്വസ്തരാകണം എന്നത്ര ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ പഠനം നിങ്ങൾക്ക് ഒരു പുതിയ ഉണർവേകുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ പഠനം നിങ്ങൾ കൂടുതൽ പ്രയോജനകരമാക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവ സാന്നിധ്യം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ.